ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് അമ്മയുടെ സാരി കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഞാൻ ഈ സെറ്റ് സാരിയൊക്കെ എടുക്കുന്നത്, അതുകൊണ്ടുള്ള പ്രകടനങ്ങളൊക്കെയായി കാണുന്നത്. എൻ്റെ സച്ചാൻ്റെ തറവാട്ടിൽ കഴിഞ്ഞ 7-8 തീയതികളിൽ ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനമായൊരു ക്ഷേത്രമുണ്ട്, പാമ്പാടയിൽ ക്ഷേത്രം എന്ന്. അവിടെ നിന്നുള്ള ദീപവും തിരിയും എഴുന്നള്ളത്ത് എന്ന് പറയും ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ദീപം കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ തറവാട്ടിൽ ദീപം കൊളുത്തി ഉത്സവാരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ തറവാട്ടിലേക്ക് ദീപം കൊളുത്തണം എന്നുണ്ട്. അതിനുള്ള പോക്കായി നമ്മുടെ തറവാട്ടിലുള്ള എല്ലാവരും സെറ്റ് സാരിയും സെറ്റും മുണ്ടും ഒക്കെ എടുത്ത്, കുട്ടികൾ പട്ടുപാവാടയൊക്കെ എടുത്ത് അങ്ങനെ ദീപം കൊണ്ടുവന്നു. അത് ഗുളികൻ്റെ തറയിൽ ആദ്യം കത്തിച്ചു. അതിനുശേഷം ശാസ്തപ്പൻ, പൊട്ടൻ, വിഷ്ണുമൂർത്തി, ഇങ്ങനെ 4 തെയ്യങ്ങളാണ് തറവാട്ടിൽ കെട്ടിപ്പോകുന്നത്. തറവാട്ടിൽ ദീപവും തിരിയും എഴുന്നള്ളത്ത് കൊണ്ടുവരുന്നത് സ്ഥാനം കൊണ്ട് മുതിർന്ന ആളായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ആപ്പനാണ് ആ സ്ഥാനത്ത് വരുന്നത്, ഷൈജോപ്പൻ എന്ന് പറയും. പാപ്പനാണ് ദീപം കൊണ്ടുവന്ന്, താലപ്പൊലിയോട് കൂടി ദീപം കൊണ്ടുവന്ന് തറയിലൊക്കെ കത്തിക്കുന്നത്. അതിനു മുന്നേ അവിടെ ഗണപതി ഹോമം കഴിഞ്ഞു. 6-ാം തീയതി, 7-ാം തീയതി ഉത്സവമെങ്കിൽ 6-ാം തീയതി മുത്തപ്പനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരി എഴുന്നള്ളത്തിന് ശേഷം പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു, അത് കഴിഞ്ഞ് ചായ കുടിച്ചു, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും കണ്ടതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. ഈ വർഷം നമ്മുടെ കുടുംബത്തിലെ കുറച്ച് പേര് ചേർന്ന് ഒരു കൈകൊട്ടിക്കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തുനിന്ന് നല്ല ഒരു അഭിപ്രായം എല്ലാവരും പറഞ്ഞത്. ഞാനതിൻ്റെ പാട്ടൊക്കെ എന്താണെന്നുള്ളത് ഇടാത്തത് അഥവാ ഈ യൂട്യൂബിൽ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് തറവാട്ട് ഉത്സവത്തിന് നമ്മളിതുപോലെ കൈകൊട്ടിക്കളിയൊക്കെ ഒന്ന് സംഘടിപ്പിക്കുന്നത്. അത് വിജയകരമായി നമുക്ക് കളിച്ച് അവതരിപ്പിക്കാൻ പറ്റിയതിലും അതിന് സമയക്രമം കൃത്യമായി പാലിച്ചതിലും, തറവാട്ട് കാവൊക്കെ ആണെങ്കിലും ഇതിൻ്റെ നടത്തിപ്പുകാർ എന്നിട്ട് കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർ നമുക്ക് സർപ്രൈസായിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ്, അത് നമുക്ക് ചെറുതോ വലുതോ നമുക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെ അവർ അംഗീകരിച്ചല്ലോ. ചെണ്ടമേളവാദ്യത്തോടു കൂടിയുള്ള സന്ധ്യവേലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് നമ്മുടെ ഡാൻസ് ഉണ്ടായത്. നമ്മുടെ ഡാൻസിന് ശേഷം കുളികൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം ഉണ്ടായത്. അതിന് 2 നേർച്ച ഉണ്ടായിരുന്നു. വളരെയധികം ശക്തിയുള്ള ഒരു തറയും എല്ലാ ദൈവത്തിനും പ്രാർത്ഥിച്ച അതുപോലെ അച്ചട്ടായിട്ട് ഫലിച്ച കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തറവാട്ടിൽ. ദൈവത്തിൻ്റെ വെള്ളാട്ടത്തിന് ശേഷം ശാസ്തപ്പൻ, വിഷ്ണുമൂർത്തി, അതിനുശേഷം പൊട്ടൻ ദൈവത്തിന് കൊട്ടിപ്പാടൽ മാത്രമേ ഉള്ളൂ, വെള്ളാട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയില്ല. അതിനിടയ്ക്ക് എൻ്റെ അപ്പനും അമ്മയും അവരും വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 1 മണിയായപ്പോൾ ഞാൻ കിടന്നുറങ്ങിപ്പോയി. പിന്നെ ശാസ്തപ്പൻ തെയ്യം വന്നത് 3 മണിക്കാണ്. ആ 3 മണിക്ക് ഉറക്കത്തെണീച്ച് വന്ന കോല നിങ്ങൾ കണ്ടത്. ഉറക്കത്തിൻ്റെ തലേന്നൊന്നും നമ്മൾ മിക്കവാറും ഉറങ്ങാറില്ല, പക്ഷെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ്. കാരണം എന്ന് വെച്ചാൽ 2-3 ദിവസത്തെ ഉറക്ക് തന്നെ എനിക്ക് ബാലൻസ് കിടക്കുന്നതാണ്. കാരണം തറവാട്ടിൽ ഉത്സവം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു വൈബും ഫീലിങ്സൊക്കെ ആയിരിക്കുമല്ലേ. അങ്ങനെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പോകും, വരുന്നത് ലേറ്റായിട്ടായിരിക്കും, രാവിലെ എണീച്ച് ജോലിക്ക് പോകണം. അപ്പം അങ്ങനെ ഉറക്കില്ലാത്ത ദിവസങ്ങൾ തന്നെയായിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ശാസ്തപ്പൻ തെയ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് പൊട്ടൻ തെയ്യാട്ടാ. പൊട്ടൻ തെയ്യത്തിന് 3 രൂപങ്ങളുണ്ട്. അതിൽ പുലമാരുതൻ, പുലപ്പൊട്ടൻ, പുലച്ചാമുണ്ടി എന്ന് പറഞ്ഞിട്ട്. അതിൽ പുലപ്പൊട്ടൻ മാത്രമാണ് അഗ്നിപ്രവേശനം നടത്തുന്നത്. കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കുളിച്ച് മാറ്റി പിന്നെ എല്ലാ തെയ്യങ്ങളും കീഞ്ഞു. വിഷ്ണുമൂർത്തി, ഗുളികൻ, പൊട്ടൻ തെയ്യം, ശാസ്തപ്പൻ, ഈ 4 തെയ്യങ്ങളും കീഞ്ഞ് ഗുളികൻ ഒഴികെ ബാക്കി 3 തെയ്യങ്ങളും വീണ്ടും പാമ്പാടയിൽ ക്ഷേത്രത്തിലേക്ക് പോകും. പിന്നെ കോവമ്മൽ തറവാട് എന്ന് പറഞ്ഞിട്ടൊരു തറവാടുണ്ട്, പാമ്പാടയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു തറവാട്. ആ തറവാട്ടിലേക്കും കൂടി പോയിട്ടേ നമ്മളെ തറവാട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. ആ തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം കാണുന്ന കൂടിയാട്ടമാണ് നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടത്. കൂടിയാട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ദൈവങ്ങളും തറവാട്ടിലേക്ക് വരും. ക്ഷേത്രമുറ്റത്തു നിന്ന് തറവാടും വേർതിരിച്ച രീതിയിലാണുള്ളത്. അപ്പോൾ തറവാട്ടിലേക്ക് വന്ന് തറവാട്ടംഗങ്ങളോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ദൈവങ്ങളായിട്ട് കഴിഞ്ഞു പോകും. അവസാനമായിട്ട് കഴിയുന്നത് വിഷ്ണുമൂർത്തിയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് കഴിയുന്നതാണ് പൊട്ടൻ തെയ്യം. അപ്പോൾ പൊട്ടൻ തെയ്യത്തിന് 3 രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 3ാമത്തെ രൂപമാണ് ഈ പുലച്ചാമണ്ടി എന്ന് പറയുന്നത്. കഴിയാൻ പോകുന്ന സമയത്താണ് ആ രൂപം ആ രംഗത്തേക്ക് വരുന്നത്. മുഖപ്പാളയിലുള്ള വ്യത്യാസമാണ് ഈ 3 രൂപങ്ങൾക്കും വ്യത്യാസം, അതായത് വേറിട്ട് നിർത്തുന്നത്. ചാമണ്ടി കോലത്തിൻ്റെ കലാശം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പ്രത്യേക ഒരു കൗതുകം തോന്നുന്നത് തന്നെയാണ്. സ്ത്രീകളുടേതായ ചേഷ്ടകൾ കാണിച്ചുകൊണ്ടുള്ള കലാശങ്ങളാണ് ഈ തെയ്യം മുന്നോട്ട് വെക്കുന്നത്. എനിക്കിത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് വിടുക.
അങ്ങനെ ഈ കലാശത്തോടു കൂടി പൊട്ടൻതെയ്യം കഴിയുന്നതിന് മുന്നേ തറവാട്ടിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു നിർത്തി ദൈവം കണ്ടതായ ലക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തറവാട്ട് അംഗങ്ങളോട് പറയും. അത് കഴിഞ്ഞ് മായയിൽ മറയാം എന്നാണ് പറയുന്നത്. ശേഷം വിഷ്ണുമൂർത്തിയും കഴിഞ്ഞു. പിന്നെ ഉത്സവം കഴിയുന്നതിൻ്റെ ഒരു കലാശക്കൊട്ടാണ് ഈ കാണുന്നത്. നമുക്ക് അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു ഉണ്ടായത്. എല്ലാവരും നല്ല വാദ്യക്കാരായിരുന്നു തറവാട്ടിൽ വന്നത്. നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ നിന്നവരായിരുന്നു. എങ്കിലും അവരെയൊക്കെ സമ്മതിക്കണ്ടേ, നമ്മളെക്കാളും ഉറക്കൊഴിഞ്ഞു അധ്വാനിച്ചല്ലേ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വല്ലാത്തൊരു ബഹുമാനമുണ്ട്. അതിലേറെ എൻ്റെ സച്ചാടിനോടും ഉണ്ട്. കാരണം എൻ്റെ സച്ചാടിനും ഇതുപോലുള്ള ഒരു കലാകാരനാണ്. പാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവരെ കണ്ടു വേണം പഠിക്കാൻ. കാരണം എത്രത്തോളം അവർ ചെയ്യുന്ന ആ ഒരു കലയോടും തൊഴിലിനോടും ബഹുമാനവും അല്ലെങ്കിൽ ആത്മാർത്ഥത അവർ പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഇവരെ കണ്ടു വേണം പഠിക്കാൻ. ഉപരി കുഴൽ വായിച്ച വ്യക്തിയോടും എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. നേരിട്ട് നിങ്ങളോട് ആരോടും പറയാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ.